ഭരണസമിതി അത് ചെയ്യും എന്നൊരു ഉറപ്പോട് കൂടി തന്നെയാണ് ഇവിടെ പോകുന്നത്. അവസാനത്തെ ബജറ്റാണ് 2020 അധികാരത്തിൽ വന്ന നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റ് നിലയിൽ ഏറെ പ്രാധാന്യം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണുകയാണ്. ഈ ബജറ്റ് എല്ലാ നിർദ്ദേശങ്ങളെയും അംഗീകരിക്കുകയാണ്. ഈ ബഡ്ജറ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളെയും അംഗീകരിക്കുകയാണ്. അതോടൊപ്പം ചില അഭിപ്രായങ്ങളും ഭേദഗതികളും ബഡ്ജറ്റിൻ്റെ ഭാഗമായി വെക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗം, ശ്രീ കണ്ണാട്ട് രവിയുടെ പ്രസംഗം വളരെ ആശങ്കയോടെ ഞാൻ കാണുന്നുണ്ട്. ശ്രീ കണ്ണാട്ട് രവിയുടെ പ്രസംഗം, ഇപ്പം ഗിരീഷ് പറഞ്ഞ അഭിപ്രായത്തോട് ശ്രീ കണ്ണാട്ട് രവി യോജിച്ചത് 2025 അവസാനം നടക്കുന്നതിൻ്റെ മുൻതൂക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെൻ്റെ മാത്രം ആശങ്ക തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത് എന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടി ഒട്ടേറെ പരിമിതി നമുക്കുണ്ടായിരുന്നു. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. ആ പൂർത്തീകരിക്കാനുള്ളതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പല സന്ദർഭങ്ങളിൽ നമ്മുടെ കൗൺസിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയങ്ങളുമാണ്. അതിൽ ഏറെ പ്രാധാന്യത്തോടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളൊന്ന് നമ്മുടെ മാർക്കറ്റാണ്. അതിൻ്റെ മാർക്കറ്റിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മാർക്കറ്റാണെങ്കിൽ അതിൻ്റെ ഫണ്ട് അനുവദിച്ച് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ആദ്യം എടുത്ത കോൺട്രാക്ട് ഇട്ടിട്ട് പോയ സാഹചര്യത്തിലൊക്കെ അറിയാം. രണ്ടാമത് പണി ആരംഭിച്ചു. ഈ 24-ാം തീയതി രാവിലെ പണി ആരംഭിച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 6 മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധിക്കകത്ത് നമുക്ക് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് മുഴുവൻ പേരെ അവിടെ കയറ്റിയിരുത്താൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പൂർണ്ണമാക്കിയത്. അത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പണിയും അതേപടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുനിസിപ്പൽ ഓഫീസാണ്. മുനിസിപ്പൽ ഓഫീസിന് നമുക്ക് സ്ഥലം ലഭിച്ചത് നമ്മൾ നേരത്തെ പറയാം ചന്തമുക്കിലാണ് ആദ്യം കഴിഞ്ഞ കൗൺസിലിൽ ചന്തമുക്ക് ആലോചിച്ചത്. ചന്തമുക്കിൽ ആ കണ്ണായ സ്ഥലത്ത് നമ്മളൊരു കൊട്ടാരക്കര നഗരസഭയ്ക്ക് എല്ലാവരും കൂടുവാനും വിളിക്കാനും പൊതു ഇടം വേണമെന്ന അഭിപ്രായം ഒന്നുമുണ്ട്. സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ശബ്ദമുയർത്തിയ ഒരു പൊതുവിടം വേണമെന്നുള്ളത്. അത് വളരെ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി നമ്മുടെ MLA ശ്രീ KN ബാലഗോപാൽ മുൻകൈയെടുത്തുകൊണ്ട് വളരെ അശാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കൊട്ടാരക്കര KIC ലഭിക്കുന്നതിൽ 50 സെന്റ് സ്ഥലം കഴിഞ്ഞ 5 വർഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഇല്ലാത്ത കഴിഞ്ഞ 5 വർഷക്കാലം ആ KIC സ്ഥലം ലഭിക്കാനാവശ്യം എല്ലാ പെടാപ്പാടും നമ്മൾ വിട്ടിരുന്നു. അത് ലഭിച്ചില്ല. കഴിഞ്ഞ 4 വർഷമായി ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കൊട്ടാരക്കര നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജനങ്ങൾക്ക് നമ്മുടെ വാർഡുകളിൽ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതിനുപരി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഗവേഷണം പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് നാളെയായിട്ടുള്ള നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഈ കസേരയിൽ ഇരുന്നിട്ട് വളരെ തന്മയത്തോടെ വളരെ ലളിതമായ രീതിയിൽ വളരെ നന്നായി തന്നെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർപേഴ്സന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഈ ഭരണസമിതിയിലെ അവസാനത്തെ ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഈ 4 വർഷത്തിനിടയിൽ നിങ്ങളെ മറ്റൊന്നും തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ആദ്യം കളിയാക്കൊന്നും പറയല്ല. നല്ല അതിഗംഭീരമായിട്ട് പ്രൗഢഗംഭീരമായിട്ട് ഇവിടെ നടന്ന ഞാനൊരു തമാശ പോലെ പറയുകയാണെ, 3 ചെയർമാൻമാരും 3 വൈസ് ചെയർമാൻമാരുടെയും സ്ഥാനമാറ്റങ്ങളുണ്ടായി. അത് ഭയങ്കര വെടിക്കെട്ടോടും പഠനത്തോടും ഒക്കെ കൂടി വളരെയധികം സന്തോഷമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അന്നേരം നമ്മുടെ മൂത്ത ചെയർമാൻ ഇന്ന് വന്നിട്ടില്ല. മൂത്ത ചെയർമാന്റെ കാലത്ത് എന്നെ ഒത്തിരി ചതിച്ചു എന്ന് പറഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിൽ എനിക്ക് ഏറ്റവും തുച്ഛമായ ഒരു 5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയറിൽ തന്ന് എന്നെ പറ്റിച്ച ആളാണ്. അതേസമയം രണ്ടാമത്തെ ചെയർമാനും ഇപ്പോഴത്തെ ഇളയ ചെയർമാനും എനിക്ക് നന്നായിട്ട് ഫണ്ട് തന്നു.
കുറേയേറെ വർക്കുകൾ നടന്നു. ചെയ്തതെന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാൻ നമ്മൾ ആഗ്രഹിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ പ്രയത്നിച്ചിട്ടും നടക്കാതെ പോയ നമ്മുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല. അതായത് നമ്മുടെ കുടിവെള്ള പദ്ധതിയും നമ്മുടെ മുനിസിപ്പൽ കെട്ടിടവും ചന്തയും ഒന്നും നമുക്ക് നടക്കാതെ പോയി. അതിൽ രമേശ് ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പിട്ട് നമ്മുടെയൊക്കെ ഒരു കാലടി അവിടെ പതിയും എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു അന്തസ്സാണ്. നമ്മൾ 5 വർഷം ഭരിച്ചിട്ട് നിങ്ങൾ എന്തോ നേടി എന്തോ ചെയ്തു എന്ന് ഭാവിയിൽ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പറയാൻ പറ്റും. ഞങ്ങളുടെ കാലത്താണ് ഇതൊക്കെ നടന്നതെന്ന് നമുക്കൊന്ന് നമ്മുടെ ഓർമ്മയിലെങ്കിലും നമുക്ക് പറയാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ എനിക്ക് വെക്കാനുള്ള വേറൊരു സജഷൻ, നമ്മളെ ഇവിടെ ബജറ്റ് അവതരിപ്പിച്ചതിനകത്ത് നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തെ കേരളത്തെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ലഹരി. ആ ലഹരിക്കെതിരെ ഒരു ബൃഹത്തായ പ്രോജക്റ്റ് നമ്മുടെ മുനിസിപ്പൽ തലത്തിൽ വെക്കണം. അത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് ഞാൻ ഇതിനകത്ത് കണ്ടില്ല. രമേശൻ പറഞ്ഞു ഇതുപോലെ നെഗറ്റീവാണ്. പക്ഷെ അത് രമേശൻ പറഞ്ഞത് എന്തുവാ മനസ്സിൽ എനിക്കറിയാൻ പറ്റില്ല. കാര്യം ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം രമേശന്റെ കൂടെ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് പോലും പോകാതിരുന്നിട്ടില്ല. എല്ലാ പരിപാടിക്കും ഉണ്ട്. ഇവിടുത്തെ ഇപ്പൊ ഇന്ന് പറഞ്ഞ കലാസാഹിത്യ പരിപാടിക്ക് പോലും ഇവിടെ ഞങ്ങൾ 4-5 കൗൺസിലർമാരെ രമേശനുമുണ്ട്, ഞാനുമുണ്ട്. എല്ലാം വേദി പങ്കിട്ടിട്ടുണ്ട്. ഒരു പരിപാടിക്കും ഞാൻ വരാതിരുന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും അപാകതകൾ പറയുമ്പോൾ അത് നെഗറ്റീവായിട്ടാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം ഇപ്പൊ തന്നെ ഞാൻ ഈ ഗിരീഷിന്റെ വാക്ക് മാത്രമേ കടമെടുത്തിട്ടുള്ളൂ, ഗിരീഷിനെ കടമെടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ BJP ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കക്ഷി ഞാനാണ്. എന്റെ RSS നിരോധിച്ചപ്പം എന്റെ വീട് സീൽ ചെയ്തു. അന്ന് കൊട്ടാരക്കര ഇരുന്ന ശാന്തിലാൽ എന്ന് പറഞ്ഞ SI വന്ന് എന്റെ വീട് സീൽ ചെയ്തു. എന്റെ അനിയൻ RSSകാരനാണെന്ന് പറഞ്ഞത്. അതിന്റെ ഞാൻ അന്ന് ഭരണം ഞങ്ങൾക്കായതുകൊണ്ട് എനിക്ക് വൈകുന്നേരത്ത് വീട് തുറക്കാൻ പറ്റി. കോവിഡ് മഹാമാരി മൂലം ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ജോളിയമ്മാമ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് ആദ്യ കാലഘട്ടത്തിൽ ഫണ്ടിൻ്റെ ലഭ്യത വളരെ കുറവാണ്. പിന്നീടാണ് നമ്മുടെ തനത് ഫണ്ട് കുറെ കൂടെ റൈസായി വരികയും അതിനനുസൃതമായി നഗരസഭയെ ഒരു യൂണിറ്റായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഫണ്ടുകൾ വീതം വെച്ചു എന്നാണ് നാം വിശ്വസിക്കുന്നത്. ചില വാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പരിഗണന നൽകേണ്ട ചില വാർഡുകളുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള പരിഗണന നൽകിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നും തന്നെ നോക്കിയിട്ടില്ല. ഇവിടെ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ആദ്യമായിട്ട് സ്മാർട്ട് മുഖാന്തരം തയ്യാറാക്കിയ ബഡ്ജറ്റാണെന്ന് ആമുഖമായിട്ട് പറഞ്ഞു. അതിൻ്റെ ചില പോരായ്മ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ മുൻ ചെയർമാൻ വളരെ വിശദമായി തന്നെ വരാൻ പോകുന്ന വർഷത്തേക്ക് ആവശ്യമായ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ടതും അതിൽ കൂടി തന്നെ വരാൻ പോകുന്ന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടവരൊക്കെ തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് ചിലർ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനെ ഞാൻ കുറ്റപ്പെടുന്നില്ല. രാഷ്ട്രീയക്കാരായ എല്ലാവരും രാഷ്ട്രീയമുള്ളവരാണ്, അതിലൊന്നും ഒരു കുറ്റം കാണുന്നില്ല. എന്നിരുന്നാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാലഘട്ടം ഒരു പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി ഒട്ടനവധി വിഷയങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞ നഗരസഭ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ ഞാനൊരു ജനപ്രതിനിധിയായി ഈ നഗരസഭയിൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ ആദ്യ പടിയെന്നോണം ചന്തമുക്കിൽ നമ്മൾ നഗരസഭാ മന്ദിരം നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. പല കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നത്. അപ്പോൾ ഒരു നല്ല സ്ക്വയർ ഉണ്ടാക്കി അവിടെ R ബാലകൃഷ്ണ സാറിൻ്റെ നാമധേയത്തിൽ ഒരു മന്ദിരം അടക്കം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് ഒരു പൊതുവിടമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ടെൻഡർ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ നമ്മുടെ ധനകാര്യമന്ത്രി നമ്മുടെ MLA കൂടിയായിട്ടുള്ള ശ്രീ KN ബാലഗോപാലിന്റെ സമഫലമായി അവിടെ ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 4.5 കൊല്ലക്കാലം കൊട്ടാരക്കര നഗരസഭയുടെ ഒരു മുഖച്ഛായ മാറ്റാൻ തന്നെ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ച് കൊട്ടാരക്കര നഗരസഭയിൽ ഷാജു ചെയർമാനായിട്ടിരുന്നപ്പോൾ കൊട്ടാരക്കര നഗരസഭയിൽ മാർക്കറ്റിൻ്റെ പണി ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ SR രമേശൊക്കെ ഇരിക്കുമ്പോൾ ബസ് സ്റ്റാൻഡ്, അതുപോലെ നമ്മുടെ ഈ ശവം അടക്കുന്ന എന്താ പറയുക ക്രിമിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കണ്ണാടനും ബിൽബും പറയുന്നവരെ പണ്ടൊരു കഥയുണ്ട്. എന്താണെന്നറിയോ? കണ്ണാടനൊക്കെ കേൾക്കാൻ പറയുക, ഒരു ഭൂതം ഒരു 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 ഭരണിക്കകത്തൊരു ഭൂതം ഇരിപ്പുണ്ടായിരുന്നു. ഒരാളിങ്ങോട്ട് വന്നാൽ തുറന്നപ്പോൾ ഭൂതം ഇങ്ങനെ ചാടി വെളിയിലിറങ്ങി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിച്ചോളാം. ഏതാ?
അപ്പൊ അയാൾ പറഞ്ഞു വലിയൊരു 2 നില കെട്ടിടം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടായി. അത് ഭൂതത്തിന്റെ കാര്യമാണ്. എന്നാൽ ഒരു കോൺട്രാക്ടർ എടുക്കുന്ന പണി 5 വർഷം കൊണ്ടൊന്നും തീർക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ അത് മനസ്സിലാക്കണം. കാര്യം ഏതാ ആരുടെ ഉഴപ്പം കണ്ടാക്ടേഴ്സിന്റെ ആയിരിക്കും. ഉഴപ്പം കണ്ടാക്ടേഴ്സിന്റെ ആയിരിക്കും. ഒരിക്കലും കണ്ണാടൻ ഒരു വീട് പണിയാൻ തുടങ്ങിയാൽ പോലും 6-7 വർഷം എടുക്കും. പൈസ കൈ വെച്ചോണ്ടിരുന്നാത്തല്ല. ഏതാ അത് പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ പോകുന്നത് ഞാൻ തർക്കിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും പരിപാടികൾ പ്രോഗ്രാംസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ നഗരസഭയ്ക്ക് പറ്റി. അതുപോലെ കൊട്ടാരക്കര KAP-യിൽ കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി 50 സെന്റ് വസ്തു നമുക്ക് ഈ നഗരസഭയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമോ അത്. അവർ പറഞ്ഞ പോലെ ഒരു തറക്കല്ലിടാനെങ്കിലും പറ്റിയാൽ നമുക്ക് നല്ലതാണ്. നമ്മുടെയൊക്കെ പേര് വരും. അടുത്ത ഭരണത്തിൽ ആരൊക്കെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റിയില്ല. ഏതാ